വിശുദ്ധ ഖുർആൻ പറയുന്നു വലികുല്ലി ഉമ്മത്തിർ റസൂൽ. ജനവാസം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ നബിമാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഡ്യൂട്ടിയാണ് സത്യത്തിൽ ആലിമീങ്ങൾ നിർവഹിക്കേണ്ടത്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ആലിമീങ്ങൾ എന്നാൽ അവർ അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. ഒരു നബിയും മരണപ്പെട്ടു പോകുമ്പോൾ ദീനാർ അല്ലെ സ്വർണ്ണ നാണയം അല്ലെങ്കിൽ ദിർഹം വെള്ളി നാണയം അനന്തരമായി ഉപേക്ഷിച്ചു പോയിട്ടില്ല. വൈന്നമാ വറസുൽ ഇൽമ. അവർ മതപരമായ ജ്ഞാനമാണ് അനന്തരാവകാശമായി നൽകിയത്. ആ അനന്തരാവകാശം സ്വീകരിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. അപ്പൊ എന്താണോ സമൂഹത്തിൽ അമ്പിയാക്കൾക്കുള്ള സ്ഥാനം, അതേ സ്ഥാനമാണ് മഹാന്മാരായ ആലിമീങ്ങൾക്കുള്ള സ്ഥാനം. അമ്പിയാക്കളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി അവർ പരിശുദ്ധ ഇസ്ലാം മതം, അള്ളാഹുവിന്റെ വിശുദ്ധമായ സന്ദേശം മാനവ സമൂഹത്തിന് കുറ്റമറ്റ നിലയിൽ കൈമാറുക എന്നതാണ് ദഅവത്ത്. പണ്ഡിതന്മാർ നിർവഹിക്കുന്നതും ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം സമൂഹത്തിന് കൈമാറുക എന്നതാണ്. അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം, അമ്പിയാക്കളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ബാധ്യത. ഉലമാക്കളെ നാം അനുസരിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ആലിമീങ്ങളുടെ ആധികാരികമായ സംഘടിത രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വളരെ കൃത്യമായി അമ്പിയാക്കളുടെ ദൗത്യ നിർവഹണം നിർവഹിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ രൂപം കൊടുത്ത ഈ സംഘം അതിന്റെ 98 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചു പോന്നിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ, ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തുന്ന, വലിയ സമ്പൽ സമൃദ്ധിയുള്ള, ദഅവ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഖാദിയാനി പ്രസ്ഥാനം. ആ ഖാദിയാനി പ്രസ്ഥാനം എന്ന അഹമ്മദിയ വിഭാഗം അവർ മുസ്ലിങ്ങളാണെന്നായിരുന്നു ലോക സമൂഹം ധരിച്ചു വച്ചിരുന്നത്. കേരളത്തിൽ പോലും അങ്ങനെയായിരുന്നു ധാരണ. പക്ഷെ 1926 ആലിമുകളുടെ ഈ സംഘടന രൂപീകരിക്കപ്പെട്ടു. 1927 തന്നെ തൊട്ടടുത്ത വർഷം ഖാദിയാനി പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. 1933 ആയപ്പോഴേക്കും ഫറൂഖിൽ ചേർന്ന സമസ്തയുടെ സമ്മേളനം വളരെ കൃത്യമായി ഖാദിയാനി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച് അത് കാഫിറുകളുടെ പ്രസ്ഥാനമാണ്, മതനിഷേധികളുടെ പ്രസ്ഥാനമാണ്, ഇസ്ലാമിന് പുറത്തുള്ള വിഭാഗമാണെന്ന് ആധികാരികമായി മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ഇന്ന് കേരളത്തിൽ ഖാദിയാനി പ്രസ്ഥാനത്തെ അല്ലറ ചില്ലറ ആളുകളെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇത് ചെറിയ വിഷയമല്ല. ആ സമയത്ത് വ്യവസ്ഥാപിതമായി പണ്ഡിതന്മാർ ആ ഡ്യൂട്ടി യഥാസമയം പഠിച്ചു നിർവഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് ഖാദിയാനിസം പിടിമുറുക്കുമായിരുന്നു. ഇതൊരൊറ്റപ്പെട്ട കേസല്ല, സമസ്തയുടെ ആലിമ്യങ്ങൾ നിർവഹിച്ച ഡ്യൂട്ടി. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഖാദിയാനി പ്രസ്ഥാനത്തെ ആ കാലത്തൊന്നും എതിർത്തിട്ടില്ല. മുത്തന്നൂർ പള്ളിക്കേസിന്റെ പ്രമാദമായ കേസുണ്ട് 1950-കളിൽ. അന്ന് പോലും കോടതി അവർ പറഞ്ഞത് ഖാദിയാനികൾ കാഫിറുകളാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സമസ്ത ഉറച്ച സ്റ്റാൻഡ് എടുത്തു, പഠിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ആദ്യ കാലഘട്ടത്തിൽ സമസ്ത രംഗത്ത് വരുമ്പോൾ വഹാബി പ്രസ്ഥാനം ഏറെക്കുറെ സ്വാധീനം നേടിയിട്ടുണ്ട്. ആ വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്നത്തെ സലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമാണ്. അവർ മുസ്ലിം സമൂഹത്തെ ആകർഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ആധുനിക സമൂഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടി ബാങ്കിലെ പലിശ അനുവദനീയമാണെന്ന ഒരു മതവിധി പുറത്തിറക്കി. ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ബാങ്കിൽ കാശ് കൊണ്ടുപോയി നിക്ഷേപിക്കാം, ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കാശ് നിക്ഷേപിച്ചാൽ സ്വസ്ഥമായി പലിശ കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാം. പലിശയെക്കുറിച്ച് ഇസ്ലാമിന്റെ കണിശമായ നിലപാട്, അള്ളാഹു ബിസിനസ് അനുവദിച്ചിട്ടുണ്ട്, ആ പലിശ വിലക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പലിശയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പലിശയുടെ ഗൗരവത്തെ കുറിച്ച് വിശുദ്ധ നബി വചനത്തിൽ പറയുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിർഹമു റിബൻ യഅകുലുഹു റജുൽ. ഒരു മനുഷ്യൻ ഒരു ദിർഹമിന്റെ തുക പലിശയായി ഭക്ഷിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ എന്നല്ല പറഞ്ഞത്, 36 തവണ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പാതകമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പലിശ 1929 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അനുവദിച്ചുകൊണ്ട് കുറച്ച പലിശയാകാം
ഭീകരമായ പലിശയാണ് പറ്റാത്തെന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുസ്ലിങ്ങൾ ആകർഷിക്കാൻ ശ്രമിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അഫൻ മുദാഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, പലിശ നിങ്ങൾ തിന്നരുത്, പലിശ നിങ്ങൾ ഭക്ഷിക്കരുത്. അത് അത്യന്തം അപകടകരമാണ്, അത് മാരകമാണ്. ഇരട്ടിപ്പിക്കപ്പെട്ട വർദ്ധിതമായ ഇരട്ടികളായി കൂടുന്ന ഈ പലിശ നിങ്ങൾ തിന്നുപോകരുത്. അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ വിജയികളാക്കിയേക്കാമെന്ന്. ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ബിദായി പ്രസ്ഥാനങ്ങൾ മുഴുവൻ പ്രത്യേകത അതാണ്, പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക. ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തഅകുലു റിബ, പലിശ നിങ്ങൾ ഭക്ഷിക്കരുത്. അതിങ്ങനെ ഇരട്ടിയായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, പലിശ വെറുതെ വർദ്ധിക്കും. അപ്പൊ അദ്ആഫൻ ഇരട്ടികളായിട്ട് പിന്നെ മുനാഫത്തൻ വർദ്ധിപ്പിക്കപ്പെട്ട എന്നുകൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ ഇരട്ടികളാണ് പലിശ പറ്റാത്തത്, മിതമായ പലിശയാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പലിശ അധിഷ്ഠിത ബാങ്കിന് പോലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ KM മൗലവിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ എറണാകുളത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നത് ചരിത്ര സത്യമാണ്. സമസ്തയുടെ ഉലമാക്കൾ, അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്, അനന്തരാവകാശികളാണ്. സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരുടെ കൂട്ടായ്മ ചടകുടഞ്ഞെഴുന്നേറ്റു, പലിശക്കെതിരെ ശക്തമായ നിലപാടെടുത്തു, മുസ്ലിം സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു, പലിശയുടെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഇവരെ വളച്ചൊടുത്തും ദുർവ്യാഖ്യാനം ചെയ്തും മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. എന്തുണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പരസ്യമായി പലിശ ഹലാലാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തിരിച്ചു പോന്നു. ചരിത്രം നോക്കുമ്പോൾ സമസ്തയുടെ ആലിമീങ്ങൾ നിർവഹിച്ച ഡ്യൂട്ടി, ഈ 100 കൊല്ലത്തെ ചരിത്രം നമ്മളിങ്ങനെ കൃത്യമായി 1 by 1 ആയി പരിശോധിച്ച് നോക്കണം. അന്ന് സമസ്തയുടെ ഉലമാക്കൾ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പലിശയുടെ ആളുകളാകുമായിരുന്നു. നമ്മുടെ പരശ്വതം ആളുകളിലെ 10,000 ലക്ഷക്കണക്കിന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, കാരണം പണ്ഡിതന്മാരല്ലേ പറയുന്നത്, ഖുർആന്റെ തെളിവല്ല ഉദ്ധരിക്കുന്നത്, പലിശക്ക് കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്, മിതമായ പലിശയാകാമെന്ന് പറയുമ്പോൾ ആ പലിശയുടെ വാഹകരായി നമ്മൾ മാറുമായിരുന്നു, നരകത്തിന്റെ തീയാറി മാറുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിച്ചു. ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കളായിരുന്നു. അതേ പ്രകാരം മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വ്യതിചലിപ്പിക്കാനുതകുന്ന നേരായ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊക്കെ കക്ഷികളുണ്ടോ, ഏതൊക്കെ സിദ്ധന്മാരുണ്ടോ, അവരൊക്കെ കൃത്യമായി പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ശേഷം ഈ മുസ്ലിം സമൂഹത്തെ യഥാസമയം ബോധ്യപ്പെടുത്തി. നിസ്സാരമായ കാര്യമല്ലത്. ഇതാർക്കാണോട് ചെയ്യാൻ സാധിക്കുക? സമസ്തയുടെ ആലിമുള്ള ഈ കൂട്ടായ്മക്കല്ലാതെ മുസ്ലിം സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ കളകൾ പറിച്ചെടുത്ത് മുസ്ലിം സമൂഹത്തെ ശുദ്ധീകരിക്കാൻ കേരളത്തിലെ ഏത് സംഘടനക്കാണ് സാധിക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഓരോ കാര്യങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇവിടെ 1950കളിൽ കോഴിക്കോട് ജില്ലയിലെ കൊരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. കൊരൂർ ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്താൽ ആണിനും പെണ്ണിനും പരസ്പരം ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് അന്യരല്ല, അവരൊക്കെ മുഅ്മിനീങ്ങളാണ്. പരസ്പരം കാണാം, ഇരിക്കാം, ഒരുമിച്ച് കൂടാം. ഇന്നമൽ മുഅ്മിനു ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാണ്, സഹോദരിമാരാണെന്ന് അർത്ഥം വെച്ച് ഈ ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് ഒരുമിച്ച് സ്പർശിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ചപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ ആളുകൾ ആകൃഷ്ടരാകുകയും ചെയ്യും. കാരണം പിശാചിന്റെ സാമീപ്യവും പിശാചിന്റെ പിൻബലമുള്ള ഇത്തരം സിദ്ധന്മാർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയും. അതുവഴി ആളുകളെ പെട്ടെന്ന് വശീകരിക്കാൻ സാധിക്കും. ഈ ഇത്തരം ആളുകൾക്കെതിരെ അത് പഠിച്ച് ബോധ്യപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് തെറ്റായ തരീഖത്താണ്, ശരീഅത്തിനെതിരാണ്, മുസ്ലിങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായി മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ന് ആ കൊരൂർ തരീഖത്ത് എന്ന് പറയുന്ന തരീഖത്ത് ചരിത്രത്തിന്റെ ഭാഗമായി. യാഥാർത്ഥ്യമല്ലേ? ചോറ്റൂർ ത്വരീഖത്തുണ്ടായിരുന്നു ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വാദഗതി എന്തായിരുന്നു? ഒരു ഉറപ്പ് കിട്ടുന്നവരെ ഇബാദത്ത് തുടരണം. ഏറെക്കുറെ നമ്മൾ നല്ല ആളുകളായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇബാദത്തിന്റെ ആവശ്യമില്ല, വേണ്ടതുപോലെ ജീവിക്കാം, സ്വതന്ത്രമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഈ എളുപ്പമാർഗം ആളുകൾ പെട്ടെന്ന് വശീകരിക്കപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ പഠിച്ചു, മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ മുസ്ലിം ജനസമൂഹത്തിന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചോറ്റൂർ ത്വരീഖത്തിൽ നിന്നും ആളുകൾ പിൻവാങ്ങി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിച്ചു. വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത്. വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം അപ്പോഴേക്ക് കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു. നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി
മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട്. ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫിറുകളും മുശ്രിക്കുകളുമാക്കി ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി ചിന്നിച്ചെറി കിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു. സമസ്ത ആശയത്തിൽ ഉറച്ചു നിന്നു. യാഥാർത്ഥ്യം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം അവർ ഈ പറഞ്ഞ ഷിർക്കിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും ഷിർക്കും പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബികളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബികളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല, ആ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ച 1, 2, 3 തലമുറകളിലെ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാണ് നമ്മുടെ മാതൃക. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലത് എൻ്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണ്, പിന്നെ 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ 3 നൂറ്റാണ്ടുകാർ നല്ലവരാ. മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ആ 3 നൂറ്റാണ്ടിലാണുള്ളത്. ആ 3 നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാലിഹീങ്ങളുടെ മഹാത്മാക്കളുടെ ഉലമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ ഖബറുകളിൽ പോയിട്ടുണ്ട്. അവരൊക്കെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തബറുക്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് സമസ്ത കേരള ജമിഅത്തുൽ ആലിമീങ്ങൾ പഠിപ്പിച്ചത്. വഹാബി പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഈ തൗഹീദ് തെറ്റാണ് എന്ന് അർത്ഥശങ്കകളില്ലാത്ത വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ. മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഹിജ്റ വർഷം 51-ലാണ് ജനിച്ചത്. എന്നുവെച്ചാൽ റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷം കേവലം 50 വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു. 131 വഫാത്തായി. ഒരു മഹാത്മാവായ പണ്ഡിതൻ ഈ മുഹമ്മദ് മുൻകദിർ റഹിമഹുല്ലാഹ് എന്ന താബിഈ പ്രമുഖന്റെ ഉസ്താദ്മാരൊക്കെ സ്വഹാബികളാണ്. ആ വലിയ മുഹമ്മദ് മുൻകദിർ റഹിമഹുല്ലാഹ് എന്ന മഹാപണ്ഡിതൻ, സൂഫിയായ പണ്ഡിതൻ, ആ താബിഈ അദ്ദേഹം ഹദീസിന്റെ കിതാബുകൾ 6 സിഹാഹു സിത്തയുണ്ട്. 6 കിതാബുകൾ, 6ന്റെയും സനദിൽ വന്ന റിജാൽപ്പെട്ട മഹാന. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അബൂദാവൂദ്, ഈ 6 ഹദീസിന്റെ കിതാബുകളും സനദിൽ അവർ ഉൾക്കൊള്ളുന്ന, അദ്ദേഹം സനദിൽ വന്നാൽ കുഴപ്പമില്ല, അദ്ദേഹം വിശ്വാസയോഗ്യമാണ് സ്ഥിരീകരിച്ച മഹാത്മാവാണ് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം താരീഖിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സിയറു അലാമുൻ നുബലായിൽ പറയുന്നുണ്ട്, കാന ഇദാ ജലസ മഅ അസ്ഹാബിഹി യുസീബുഹു സുമാത്ത്. മുഹമ്മദ് മുൻകദിർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ രോഗം പിടിപെടും. ഒരു നിശബ്ദത, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. ഫൈദ വജദ അലിക. അങ്ങനെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ അദ്ദേഹം എങ്ങോട്ട് പോകും? ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലാണിത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഫയളു ഖദ്ദഹു, തന്റെ കവിൾത്തടം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മേൽ ചേർത്ത് ഇങ്ങനെ വെക്കും. അപ്പാഹത്തിന് ശിഫയാവും. ഫഊതിബ ഫീ ദാലിക. ഇത് ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, ഇത് അനാദരവാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ അടുത്തൊക്കെ നിൽക്കാന്നല്ലാതെ ഖബറിന്റെ മുകളിൽ കവിൾത്തടം വെക്കുന്ന അനാദരവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബറുകൾ ചൊല്ലും. എന്നിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ ചെന്നിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ച് സഹായം തേടും. അപ്പൊ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ടെന്ന് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനായ സ്വഹാബിയ ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരമായിരുന്നു. താബിഈങ്ങൾ ഇപ്രകാരമായിരുന്നു. ലോകത്ത് മുഴുവൻ സലഫു സ്വാലിഹീങ്ങളുടെ കാലം തൊട്ട് ഇന്നോളം ഈജിപ്തിലും മറ്റ് അറബ് രാജ്യങ്ങളും ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളും എവിടെയൊക്കെ മഹാന്മാരെ മസാറുകളുണ്ടോ അവിടെയൊക്കെ ഈ തവസ്സുലും ഇസ്തിഗാസയും തബറുക്കും പാരമ്പര്യമായി നടന്നു വരുന്നുണ്ട്, തർക്കമില്ലാതെ നടന്നു വരുന്നുണ്ട്. ഇത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നത്. അവരെ മുസ്ലിം സമൂഹത്തെ ഇതിന്റെ നിരർത്ഥകത സലക്ഷം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അകപ്പെട്ട ആളുകൾ പിന്മാറാൻ തയ്യാറായില്ലെങ്കിലും പുതിയ തലമുറയെ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ ശിഥിലമാക്കി ആശയപരമായി ചിഹ്ന ഭിന്നമാക്കാനും സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. ഇല്ലെങ്കിൽ ഈ തലമുറകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് പോകേണ്ടവരാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് സലാഹുദ്ദീൻ ഫൈസി സംക്ഷിപ്തമായി അവരുടെ ദയനീയമായ ചിത്രം പറഞ്ഞു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. തീവ്രവാദ ചിന്തകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരാണിത് കൈകാര്യം ചെയ്യാൻ? കേരളത്തിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ചിന്തകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാണതിനെ എതിർക്കാനുണ്ടായത്? ഏത് പാർട്ടിയാണ് എതിർക്കാനുണ്ടായത്? ഏത് കക്ഷിയാണ് എതിർക്കാനുണ്ടായത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീവ്രവാദ ചിന്തകളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം വെച്ചും
ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിൽ എല്ലാ രാജ്യങ്ങളെ കുറിച്ചും എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം നിലപാടുണ്ട്. ആർക്കൊക്കെയാണ് പോരാട്ടം ജിഹാദ് നിർബന്ധമാവുക പറഞ്ഞിട്ടുണ്ട്, ഏത് ജിഹാദ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച് ഈ തീവ്രവാദ ചിന്തകളുമായി വന്ന ഈ ചെറുപ്പക്കാരുടെ കൂട്ടം, ജമാഅത്തെ ഇസ്ലാമിയുടെ ബാക്കി പത്രമായി ഈ ചെറുപ്പക്കാരുടെ കൂട്ടം അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തെ ചട്ടങ്ങൾക്കെതിരായ പ്രവർത്തനമാണ് നടത്തുന്നത്. മുസ്ലിം സമൂഹം വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടന അഭിവന്ദരായ ശംസുൽ ഇ.കെ. ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി, പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടുകൂടി SKSSF ജിഹാദ് തെറ്റും ശരിയും എന്ന പേരിൽ നാട് നീളെ ക്യാമ്പയിൻ നടത്തി മുസ്ലിം ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ചു. അങ്ങോട്ട് പോകാനുള്ള വഴി തടഞ്ഞു വെച്ചു. സമസ്ത ചെറിയ കാര്യമാണോ? അന്ന് സമസ്ത കേരള ജംഇയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ എവിടെയാകുമായിരുന്നു? ജയിലിലാകുമായിരുന്നു. നിസ്സാര വിഷയമല്ല. സമസ്തയുടെ ആലിമീങ്ങൾക്കല്ലാതെ മതപരമായ നിയമങ്ങൾ പരിശോധിച്ച് മുഖം നോക്കാതെ ഇങ്ങനെ നിലപാടെടുക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുമോ? രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇത്തരം കക്ഷികളുമായി മാറി മാറി മുന്നണി ബന്ധം സ്ഥാപിക്കും. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് പറയുന്നില്ല, മതരാഷ്ട്രവാദ സംഘടനയാണെന്ന് പറയും. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അവരുമായി മുന്നണിയായി ബന്ധം തുടരും. മുന്നണി ബന്ധം തുടരുമ്പോൾ അവരെ എതിർക്കാൻ ഇവർക്ക് കഴിയില്ല. തീവ്രവാദ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് SDPI. അവരുമായി സ്വകാര്യമായും പരസ്യമായും രഹസ്യമായും ബന്ധപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ബന്ധപ്പെടുന്ന ആൾക്ക് ആ സമയത്ത് എതിർക്കാൻ കഴിയില്ല. സമസ്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന സുചിന്തിതമായ നിലപാട് സമസ്ത കേരള ജംഇയ്യത്തിന്റെ പൂർവിക നേതാക്കന്മാരെടുത്ത് വെറുതെയല്ല, മുഖം നോക്കാതെ മതത്തിന്റെ വിധികൾ പറയാനാണ്. അന്ന് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ NDF-ന്റെ ശക്തമായ സമീപനം സ്വീകരിച്ചതിന്റെ അനന്തരഫലം, അതിന്റെ സൗഭാഗ്യം ഇന്ന് കേരളീയ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ ആ മാർഗത്തിലേക്ക് പോകാതെ കാത്തുരക്ഷിക്കാൻ സാധിച്ചു. നിസ്സാരമായ കാര്യമാണോ? ദുനിയാവിൽ നരകത്തിൽ നിന്ന്, ഈ ജയിലിൽ നിന്ന് കാത്തുരക്ഷിച്ചു, ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിച്ചു. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല, നമുക്കൊരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ഏറ്റവും അവസാനം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. നമുക്ക് ആ ചരിത്രം നീട്ടി പറയേണ്ട സംഭവ പരമ്പരകൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഓർക്കട്ടെ, 2015 നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2015 കേരളത്തിൽ വിവാദം നടന്നു. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബാണ്. ഒരു ചടങ്ങിൽ നിലവിളക്ക് കൊടുത്തേണ്ട സാഹചര്യം വന്നു. നിലവിളക്ക് കൊടുത്താൻ അദ്ദേഹം പറഞ്ഞു, എന്റെ മതവിശ്വാസം എന്നെ അനുവദിക്കുന്നതിന് അദ്ദേഹം മാറി നിന്നു. മറ്റു വിശിഷ്ടാതിഥികൾ ഈ സദസ്സിൽ സ്റ്റേജിലുണ്ട്. അത് വലിയ വിവാദമായി, ചാനലുകൾ ചർച്ചയാക്കി. വലിയ വിവാദം. പല ആളുകളും പറഞ്ഞു നിലവിളക്ക് കൊടുക്കുന്നത് എന്താണ് തെറ്റ് ഇസ്ലാമിൽ? വേറെ കുറെ ആളുകൾ നിലവിളക്ക് കൊടുക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമല്ല. ഈ തർക്കം തുടർന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതിന് പരിമിതി ഉണ്ടാകും. ഓരോ പാർട്ടികൾക്കും അവന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് അതിന് ആവശ്യമില്ല. സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് മതത്തിന്റെ നിയമങ്ങൾ, അമ്പിയാവിന്റെ വാരിസികൾ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അമ്പിയാക്കൽ എന്താണോ നിർവഹിച്ചത്, തെറ്റും ശരിയും യഥാസമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നേർവഴി നടത്തുക എന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അതേ പാരമ്പര്യം, അതേ അനന്തരാവകാശം കേരളത്തിലെ ഉലമാക്കൾ, സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ, കേരളത്തിലെ മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കി. വിവാദം തുടർന്നപ്പോൾ ഇത് മുസ്ലിങ്ങളാണ് ചർച്ച നടത്തുന്നത്. മഹാന്മാരായ അക്കാലത്തെ സമസ്ത കേരള ജംഇയ്യത്തിന്റെ അധ്യക്ഷൻ മഹാനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി സൈനുമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുമ, രണ്ടുപേരുടെയും ബർസഖ ജീവിതം അല്ലാഹു കൂടുതൽ സന്തോഷപ്രദമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ നഈമിലൊപ്പം അവരോടൊക്കെ ഒപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഔദ്യോഗികമായി പത്രപ്രസ്താവന ഇറക്കി യഥാസമയം പ്രതികരിച്ചു. അന്യമതസ്ഥരുടെ ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ചു. അത് വിശദീകരിച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ലേഖനം എഴുതി. അതോടെ ആ വിഷയം കെട്ടടങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ, സമസ്തയുടെ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവർക്കായിരുന്നു. നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനം പ്രഖ്യാപിച്ചു. സമസ്തയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ നിലപാട് നിലവിളക്ക് കൊളുത്തരുത് എന്ന നിലപാടാണെന്ന് ആധികാരികമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആ വിവാദം കെട്ടടങ്ങി. ഇതാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ഉത്തരവാദപ്പെട്ട മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായി വളരെ ഭംഗിയായി ഓരോ ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ വഴി തെറ്റിക്കാൻ വരുന്ന വ്യക്തികൾക്കെതിരെ, ഗ്രൂപ്പുകൾക്കെതിരെ, സംഘടനകൾക്കെതിരെ അവിടെ നിജസ്ഥിതി പഠിച്ച് അറിഞ്ഞ് കൃത്യമായി സൂക്ഷ്മതയോടെ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർദിശയിൽ നയിക്കുക എന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ ആ ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രയാണം തുടരുകയാണ്. ആർക്കാണ് ഇതിന് സംശയമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയാൻ, ഈ യഥാസമയത്ത് തിരിച്ചറിഞ്ഞു പഠിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അറിവുള്ള സംഘടന ഏതാണ്? അത് കൈകാര്യം ചെയ്യുന്ന പല പണ്ഡിത സംഘടന, വേറെ സംഘടന ഏതാണ്? ഏത് സമൂഹത്തിനാണ് സാധിക്കുക? സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു കേരളത്തിന്റെ. അത് ചെറിയ മാറ്റമല്ല. ഈ അപകടകരമായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം മഹാന്മാരുടെ മൗലിദുകളും റാത്തീബും ഹദ്ദാദും കുതുബിയത്തൊക്കെ നിലനിർത്തിപ്പോൻ ആരാണ്? സമസ്തയാണ്. ഇന്ന് മജ്ലിസുന്നൂർ കേരളത്തിലാകമാനം പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. ഈ മജ്ലിസുന്നൂർ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം കൈകളുടെ മുന്നിൽ വെക്കുമ്പോഴേക്കും അത് സർവാത്മന സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനും കേരളീയ മുസ്ലിം ഉമ്മത്തിന് എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട് സാധിച്ചു? അങ്ങനെയുള്ളൊരു അന്തരീക്ഷം, മഹാന്മാരെ ആദരിക്കുന്ന, ബദരീങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഔലിയാക്കൾക്കും ആലിമീങ്ങൾക്കും സോഫിയാക്കൾക്കും അംഗീകാരം കൊടുക്കുന്ന, ആദരവ് കൽപ്പിക്കുന്ന ഒരു സമൂഹത്തെ മുസ്ലിം സമൂഹം ഉയർത്തിക്കൊണ്ടുവന്നു, വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ് അതിന്റെ കാരണം. അങ്ങനെയുള്ള സാഹചര്യം മുസ്ലിം സമൂഹത്തിന് മുന്നിൽ മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ സൃഷ്ടിച്ചെടുത്തു, രൂപീകരിച്ചു. ബഹുമാന്യനായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു മഹാനവർ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഈ ദീനിന് കരുത്തുറ്റ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ മുസ്ലിം സമൂഹത്തെ യഥാസമയം തെറ്റുകൾ തിരുത്തി നേർവഴിയിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ രാജപാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായ ഇടപെടലുകൾ അതത് സമയം നടത്തിയിട്ടുണ്ട്. അതിന്റെ സൽഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാഫി പ്രശ്നത്തിലും സമസ്ത അത്രേ ചെയ്തിട്ടുള്ളൂ. ചെറിയ വ്യതിയാനം വന്നപ്പോൾ സമസ്ത ഇടപെട്ടു, തിരുത്താൻ ശ്രമിച്ചു. എവിടെയാണോ തകരാറുകൾ കാണുന്നത്, മിസ്റ്റേക്കുകൾ കാണുന്നത്, അവിടെ ഇടപെട്ട് തിരുത്തി നേർവഴിയിൽ നയിച്ച് സമസ്ത ഈ വിപുലമായ വിദ്യാഭ്യാസ സംവിധാനവും വിപുലമായ സംഘടനാ സംവിധാനവും വളരെ കെട്ടുറപ്പോടുകൂടി മഹല്ലുകളും മദ്രസകളും പള്ളികളും മർക്കസുകളും അനാഥശാലകളും നമ്മുടെ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകളും ഒക്കെ നേർവഴിയിൽ നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അതത് സമയത്ത് നടത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല 98 വർഷക്കാലം സമസ്ത അതിശക്തമായി മുന്നോട്ട് പോയതുപോലെ അതിന്റെ പ്രവർത്തന പാതയിൽ ഒരു മാറ്റവും വരുത്താതെ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, കെട്ടുറപ്പോടുകൂടി, ഐക്യത്തോടുകൂടി മുസ്ലിം ഉമ്മത്തിനെ നേർദിശയിൽ നയിക്കാൻ തുടർന്നും നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.